നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് രാഷ്ട്രീയമായ ചില വിഷയങ്ങളാണ് ഇതിനിടയ്ക്ക് ഞങ്ങൾ കുറച്ച് ദിവസം ഈ മാനുഷിക പരിഗണനയുള്ള കുറേ വിഷയങ്ങളുടെ പിറകിലായിപ്പോയി, സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ. അതുകൊണ്ടാണ് രാഷ്ട്രീയം വീണ്ടും ഞങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. 2026 മെയ് മാസം 27-ാം തീയതി ആകുമ്പോൾ ഈ പിണറായി ഗവൺമെൻറ്റിൻ്റെ 2ാം ടേം അവസാനിക്കും. 2ാമത്തെ ടേം അവസാനിപ്പിക്കുമ്പോൾ 3ാമത്തെ ടേമിലേക്ക് പിണറായി വിജയൻ ഒരുങ്ങുന്നുണ്ട്. 3ാമത്തെ ടേമിൽ ആര് പിടിക്കും കേരളം എന്നുള്ളതാണ് വലിയ ചോദ്യം. രാജീവ് ചന്ദ്രശേഖർ വലിയ ഹൈപ്പുണ്ടാക്കി വികസിത കേരളം എന്ന് പറഞ്ഞ് മുന്നിലുണ്ട്. അതിനിടയിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും തെരഞ്ഞെടുപ്പ് വരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചിരിക്കുമെന്നുള്ള മിഷൻ കോർപ്പറേഷനിലേക്ക് രാജീവ് ചന്ദ്രശേഖർ പോകുന്നു. അതുപോലെ തൃശ്ശൂർ പിടിക്കാൻ പോകുന്ന പല രൂപത്തിൽ BJP വളരെ ശക്തമായി രംഗത്തുണ്ട്. നിലമ്പൂർ തെരഞ്ഞെടുപ്പും തൃക്കാക്കര തെരഞ്ഞെടുപ്പും പാലക്കാട് തെരഞ്ഞെടുപ്പും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള 4 തെരഞ്ഞെടുപ്പിലും അജയ്യരായി ജയിച്ച് കോൺഗ്രസ് ഇവിടെ മുന്നിലുണ്ട്. VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും നേതൃത്വം, അതിലാരാണ് മുഖ്യമന്ത്രി എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ട് അതൊരു ആഭ്യന്തര കലാപം ഉണ്ടാവും എന്തായാലും. എങ്കിലും VD സതീശൻ്റെ നേതൃത്വത്തിൽ ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയിലേക്കൊക്കെ അദ്ദേഹം ഉയർന്നു. വലിയ തോതിലാണ് VD സതീശൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രവർത്തനം. അതിൻ്റെ ഇടയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു അവശകനം വന്നു എന്നുള്ളതല്ലാതെ അത് പിന്നെ വേറെ വഴിക്ക് പോകും. വലിയ തോതിൽ UDF ഇവിടെയുണ്ട്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. കാരണം 10 വർഷമായി അധികാരത്തിലില്ല കോൺഗ്രസ്. പിന്നെ ഇന്ത്യയിലും പല സ്റ്റേറ്റിനും ഉള്ളത് കൊണ്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ലീഗ്, RSP എന്നൊക്കെ പറയുന്ന കുഞ്ഞു പാർട്ടിക്ക് കേരളത്തിൽ അധികാരമില്ലെങ്കിൽ പല കാരണങ്ങളാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഗിൻ്റെ ഒരു ജീവൻ മരണ പോരാട്ടവും കാണാം. ഇത്രയൊക്കെ നിൽക്കുമ്പോൾ ക്ഷേമ പെൻഷനുകൾ 100 രൂപ വീതം കൂട്ടിക്കൊടുത്തുകൊണ്ട് ക്ഷേമ പെൻഷന് ഒരു ഗിമ്മിക്കാക്കി എടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ട്. ആൻറ്റി ഇൻകംബൻസ് വരാതിരിക്കാൻ, ഭരണവിരുദ്ധ വികാരം വരാതിരിക്കാൻ പരമാവധി ശ്രമിക്കുകയാണ്. തുരങ്കപാത കൊണ്ടുവന്നു, അത് ഞങ്ങളിതാ വലിയ വികസനത്തിൻ്റെ ആളുകൾ. അതുപോലെ തന്നെ 2 മെഡിക്കൽ കോളേജ് വരാൻ പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മെഡിക്കൽ കോളേജുകളിലൂടെയൊക്കെ വരുമ്പോൾ ഞങ്ങളിതാ കേരളത്തിൻ്റെ വികസന നായകർ എന്നുള്ള, കേന്ദ്രമാണ് അനുവദിച്ചതെങ്കിലും വികസന നായകർ എന്ന് പറഞ്ഞുള്ള ഒരു അപ്രോച്ച് ഉണ്ടാവും. പിന്നെ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു ലെജൻഡാണ്. പിണറായി വിജയൻ ലെജൻഡ് തന്നെയാണ്. സെക്രട്ടേറിയറ്റുകാർ പറയും പോലെ, അവർക്ക് DA ഒന്നും കൊടുത്തില്ലെങ്കിലും സെക്രട്ടേറിയറ്റുകാർ പറയുന്ന പോലെ ഒരു ലെജൻഡ് തന്നെയാണ്. അപ്പോൾ ആ ലെജൻഡിൻ്റെ ഒരു കൗതുകം കേരളത്തിലുണ്ടാവും. ഇപ്പുറത്ത് അങ്ങനെ ഒരു ലെജൻഡ് ഇല്ല. ഇപ്പുറത്ത് നല്ല നേതാക്കളുണ്ട്, പക്ഷേ ഒരു ലെജൻഡ് ഇപ്പുറത്തില്ല, ഒരിടത്തുമില്ല. CPM മാത്രമേ ഉള്ളൂ. ഇനിയാണ് പൊളിറ്റിക്കൽ അനാലിസിസിലേക്ക് പോകേണ്ടത്. വളരെ ചുരുക്കി നമുക്ക് നോക്കാം. BJP വളരെ വലിയ വോട്ട് ഷെയർ പിടിച്ചാൽ അത് CPM നിന്നാണ് പിടിക്കുന്നതെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും. അതേസമയം കോൺഗ്രസിൽ നിന്നാണ് BJP പിടിക്കുന്നതെങ്കിൽ CPM അധികാരത്തിൽ വരും. CPMും കോൺഗ്രസും തമ്മിൽ ഒരിക്കലും അന്തർധാര ഉണ്ടാകാൻ സാധ്യതയല്ല. കാരണം 2 ഭരണകക്ഷിയും പ്രതിപക്ഷമായി നിൽക്കുന്നത്. അതേസമയം CPMും BJPയും തമ്മിൽ അന്തർധാര ഉണ്ടായാലും CPM വരും, BJP വരാൻ സാധ്യതയില്ല. കാരണം ഒരു 4-5 സീറ്റ് ചിലപ്പം BJPക്ക് കൊടുത്തുകൊണ്ട് എവിടെയെങ്കിലും ഒരു 4-5 സീറ്റ് ജയിക്കാൻ, നിയമം പോലുള്ള ഒരു 4-5 സീറ്റ് ജയിപ്പിക്കാം BJPയെ, ബാക്കി അന്തർധാരയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചാൽ CPM തീർച്ചയായിട്ടും വരും. അതേസമയം കോൺഗ്രസും BJPയുമായിട്ടൊരു ധാരണ ഉണ്ടാവുകയാണ് എന്ന് വന്നാൽ അവിടെയും കോൺഗ്രസ്സിന് ഒരു ഗുണം കിട്ടുകയും CPM തകരുകയും ചെയ്യും. അതേസമയം 3ആയി നിന്നാൽ BJPയുടെ സ്വതന്ത്രമായ വോട്ടുകൾ BJP പിടിക്കുകയും കോൺഗ്രസിൻ്റെ വോട്ടുകൾ പിടിക്കുകയും ചെയ്താൽ അവിടെ ഒരു വലിയ പ്രതിസന്ധി വരാൻ പോകുന്നത്, ഒരു പ്രശ്നം വരാൻ പോകുന്ന കോൺഗ്രസ്സിനാണ്. CPM വീണ്ടും അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഇതൊരു വലിയൊരു പൊളിറ്റിക്കൽ അനാലിസിസാണ്. അപ്പോൾ CPM വീണ്ടും അധികാരത്തിൽ വരുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, കോൺഗ്രസിൻ്റെ വോട്ട് കോൺഗ്രസ് പിടിക്കുകയും BJP വോട്ട് പിടിക്കുകയും ചെയ്താൽ, കാരണം BJPയുടെ വോട്ട് BJP പിടിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം കാലാകാലങ്ങളായി കോൺഗ്രസിൽ നിന്ന് കുറച്ച് പേരുടെ വോട്ട് കൂടിയാണ് അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ പോയാൽ തീർച്ചയായിട്ടും അത് വലിയ പ്രതിസന്ധിയായിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ കേരളം ആര് പിടിക്കും എന്ന ചോദ്യത്തിന് ഒന്നുകിൽ BJP എന്തായാലും കേരളം പിടിക്കാൻ പോകുന്നില്ല, ഭരിക്കാനും പോകുന്നില്ല. അവർ അടുത്ത ടേമേ നോക്കും. BJPയെ സംബന്ധിച്ച് മറ്റൊരു ആശയമുള്ളത്, കോൺഗ്രസിനെ തകർത്തുകൊണ്ട് നാഷണൽ ലെവലിലുള്ളൊരു അജണ്ടയാണ് കോൺഗ്രസ് മുക്ത ഭാരതം. അപ്പോൾ കോൺഗ്രസിനെ തകർത്തുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ റോളിലേക്ക് ഇപ്രാവശ്യം വരിക, അടുത്ത പ്രാവശ്യം CPMനെയും തകർത്തുകൊണ്ട് ഭരണകക്ഷിയായി വരിക എന്നുള്ളൊരു അജണ്ടയും BJPക്ക് ഇല്ലാതില്ല. അപ്പോൾ ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡുള്ള സങ്കീർണമായ ഒരു രാഷ്ട്രീയ ചിത്രമാണ് കേരളത്തിൽ കാണുന്നത്. എന്തും സംഭവിക്കാം, എപ്പോഴും സംഭവിക്കാം. രാഷ്ട്രീയത്തിൽ ഒന്നും രണ്ടല്ല, പല അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഇടമാണ്. അതൊരു ചതുരക്കളം പോലെയാണ്, ഒരു മത്സരമാണ്.
ഏത് ആനയാണോ കുതിരയാണോ കാലാളാണോ ഏതാണ് എപ്പോഴാണ് നീക്കുന്നതെന്ന് ഈ ചൂതുകളിയിൽ ചതിയന്മാരുടെ കളി കൂടിയാണത്. അതുകൊണ്ട് നമുക്കറിയാൻ കഴിയില്ല എന്ത് സംഭവിക്കുമെന്ന്. നമുക്ക് കാത്തിരുന്ന് കാണാം. മെയ് വരെ കാത്തിരിക്കാതെ ഒരു മാർഗവുമില്ല.